ഇന്നത്തെ സമഗ്ര റിപ്പോർട്ടുകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു. मुझे विकसित भारत गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण भी जी राम जी विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए। जी राम जी। मेरा जो इस बिल पर ऑब्जेक्शन है सर, ये जो कानून है इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है। इसके साथ साथ केंद्र से इसके लिए जो पूंजी जाती है वो भी मांग पर आधारित होती है। यानी कि इस योजना के लिए जितने पैसे जहां भेजने हैं, कितने भेजने हैं, वह जमीनी परिस्थितियों पर आधारित होता है और मांग के आधार पर निर्धारित होता है। ലോക്സഭയിൽ പ്രതിപക്ഷം പിന്നീട് പ്രതിഷേധം തുടർന്നു. ഇപ്പോൾ സഭ 2 മണി വരെ പിരിഞ്ഞിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഈ ബില്ലവതരണത്തിന് തൊട്ടു പിന്നാലെ സഭയിൽ പ്രതിപക്ഷം ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. പിന്നീട് കൃഷിമന്ത്രി എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ഈ ബില്ലിന്റെ കാര്യത്തിൽ? ഇത് തിരക്കിട്ട് പാസ്സാക്കാനുള്ള നീക്കമുണ്ടോ അതോ കമ്മിറ്റികളിലേക്ക് അയക്കുകയാണോ? അതിൽ ഒരു വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിൽ നിന്നോ? വിജയകുമാർ, സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ഇന്ന് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ബില്ല് അവതരിപ്പിച്ച ഉടൻ തന്നെ ബില്ലിൽ എതിർപ്പുമായി പ്രതിപക്ഷാംഗങ്ങൾ രംഗത്തെത്തുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി തന്നെയാണ് പ്രധാനമായും ബില്ല് അവതരണത്തെ എതിർത്ത് സംസാരിച്ചത്. ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും മഹാത്മാഗാന്ധിയുടെ പേര് ഈ ബില്ലിൽ നിന്നും എടുത്തു മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഈ ബില്ലിനെ എതിർത്തത്. കൂടാതെ ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ചും പ്രിയങ്ക ഗാന്ധി എതിർപ്പ് ഉന്നയിച്ചു. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിക്കുന്നു എങ്കിൽ പോലും അത് സംസ്ഥാനങ്ങൾക്ക് മേൽ വലിയ ബാധ്യത വരുത്തി വയ്ക്കുന്നതാണ് എന്നും ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരണത്തെ ശക്തമായി എതിർക്കുന്നുവെന്നും ബില്ല് പിൻവലിക്കണം എന്നുമുള്ള ആവശ്യമാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത്. പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് നേതാക്കളായി പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും അടക്കമുള്ളവർ ബില്ല് അവതരണത്തെ എതിർത്തു. ഈ ബില്ല് അവതരണം ഇത്തരത്തിൽ ഒരു ബില്ല് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയ ബില്ല് അവതരിപ്പിച്ച വ്യക്തി എന്ന നിലയിലായിരിക്കും നിങ്ങളെ ചരിത്രം ഓർക്കുക എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം സമാജ്വാദി പാർട്ടിയും DMK അടക്കമുള്ള പാർട്ടികളും RSP അംഗം NK പ്രേമചന്ദ്രനും ഈ ബില്ല് അവതരണത്തെ അതിശക്തമായി തന്നെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇതിൽ സഭാ ചട്ടങ്ങളും ഒപ്പം തന്നെ ഭരണഘടനാ അനുച്ഛേദം 348 ഉയർത്തി കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അതിന് ആംഗലേയ ഭാഷ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടൈറ്റിലുകളാണ് നൽകേണ്ടത് എന്ന സഭാ ചട്ടങ്ങളിലും ഭരണഘടനയിലും വ്യക്തമാക്കുന്നുണ്ട് എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ ഈ ബില്ല് അവതരണത്തെ എതിർത്തത്. ഒപ്പം തന്നെ ഈ രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റിക്കൊണ്ടുള്ള തീരുമാനവും ശക്തമായി തന്നെ NK പ്രേമചന്ദ്രനും എതിർത്തു. സുപ്രിയ സുലെ, NCP നേതാവ് സുപ്രിയ സുലെ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഈ ബില്ലിന്റെ അവതരണത്തെ തന്നെ എതിർക്കുകയാണ് ഉണ്ടായത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യമാണ് സുപ്രിയ സുലെ ഉന്നയിച്ചത്. തുടർന്നാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വിശദീകരണവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വിഷയം എന്നുള്ളത് തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 വർദ്ധിപ്പിക്കുന്നു എന്നുള്ള കാര്യവും ഒപ്പം തന്നെ ഈ ബില്ലിലെ പേരുമാറ്റം, അതിലായിരുന്നു പ്രതിപക്ഷം പ്രധാന പ്രതിഷേധം ഉന്നയിച്ചത്. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കൊണ്ട് ജി റാം ജി എന്ന പേര് ബില്ലിന് നൽകിയതിനെയാണ് എതിർത്തത്. എന്നാൽ മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത രാമരാജ്യം അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് തങ്ങളുടെ ഈ നീക്കം എന്നാണ് കൃഷിമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട സഭയിൽ വിശദീകരണം നൽകിയത്. എന്നാൽ കൃഷിമന്ത്രി വിശദീകരണം നൽകുന്ന ഘട്ടത്തിൽ ഈ സഭയുടെ നടുത്തളത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവും മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായി ഇറങ്ങി സ്പീക്കറെ വളയുകയായിരുന്നു. ആ മുദ്രാവാക്യം വിളികൾ തുടർന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഭ ഇപ്പോൾ 2 മണി വരെ പിരിഞ്ഞു
പിരിഞ്ഞിരിക്കുന്നത്. ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ നിരയിൽ നിന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. അതേസമയം ഈ പ്രതിഷേധം തുടരുന്നതിനിടെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എതിർപ്പുമായി എഴുന്നേൽക്കുകയും ബില്ലിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ സഭാ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ചട്ടം 71 അനുസരിച്ച് എതിർപ്പ് ഉന്നയിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച പ്രധാന കാര്യം എന്നുള്ളത്. ബില്ല് അവതരണത്തിൽ തന്നെ വിശദമായ ചർച്ചകളാണ് ഇപ്പോൾ ശരി ബൽറാം, 2 മണിക്ക് സഭ വീണ്ടും ചേരുമ്പോഴറിയാം ഇതിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കാൻ പോകുന്നു. ചർച്ചയിലേക്ക് കടക്കുമോ അതോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുമോ എന്നത്. ജി റാം ജിയിലൂടെ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പിന്നീട് പ്രതിപക്ഷത്തോട് മറുപടി പറഞ്ഞത്. അതിനുശേഷം വലിയ ബഹളമായിരുന്നു. ഇപ്പോൾ സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. തിരികെ വരുമ്പോഴറിയാം എന്താണ് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് എന്നത്. അതേസമയം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യുന്ന ജി റാം ജി ബിൽ പഞ്ചസാരയിൽ പുരട്ടിയ വിഷമെന്ന് മന്ത്രി എം പി രാജേഷ്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് BJPയുടെ ശ്രമം. സംസ്ഥാന അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണിത്. 1600 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളത്തിന് വരുന്നത് എന്നും മന്ത്രി പറഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെൻറ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്രൂരമായ ഒരാക്രമണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുകയാണ്. 40% വഹിക്കണം എന്ന് പറയുമ്പോൾ 1600 കോടി രൂപ ഓരോ വർഷവും സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമപ്രകാരം കേന്ദ്രം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളൊരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പോൾ സംസ്ഥാനത്തിന്റെ തലയിൽ വെച്ചുവിട്ടിരിക്കുന്നു. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടായിട്ടില്ല എന്ന പ്രാഥമിക വിലയിരുത്തലുമായി LDF. ഓരോ പാർട്ടികളും അവരവരുടെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം ജനുവരിയിൽ വീണ്ടും മുന്നണി യോഗം ചേരും. തെരഞ്ഞെടുപ്പ് ഫലം ആഴത്തിൽ പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ യോഗത്തിന് ശേഷം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ രാഷ്ട്രീയ പാർട്ടികളിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ തെരഞ്ഞെടുപ്പ് റിവ്യൂ പൂർണ്ണമാക്കി കേരളത്തിന്റെ പൊതുനില പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാം എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അതേസമയം മുന്നണി മാറുമെന്ന റിപ്പോർട്ടുകൾ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി തള്ളി. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. സംഘടനാപരമായി കേരള കോൺഗ്രസ് എപ്പോഴും ശക്തി ആർജിച്ച് നിൽപ്പുണ്ടെന്നുള്ളതാണ്. ഈ പറയുന്ന വീമ്പടിക്കുന്ന തൊടുപുഴയിൽ ജോസഫ് ഗ്രൂപ്പ് വിജയിച്ചത് 2 മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുന്നിൻ്റെ പുറത്തിരിക്കുന്ന കുരുവിയെ പോലെയാണ് പറഞ്ഞ മനസ്സിലായി. ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും, അതൊക്കെ ഉള്ളൂ. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇടതുമുന്നണി ഒരു വിശദ ചർച്ചയിലേക്ക് ഇന്ന് കടന്നില്ല, ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു സമഗ്രമായ പരിശോധനയും ചർച്ചയും ഒക്കെ ഇന്ന് നടക്കുമെന്നായിരുന്നു നേരത്തെ കരുതിയിരുന്നത്. അത് ചർച്ച മാറ്റിവെച്ചത് എന്തുകൊണ്ടായിരിക്കാം? വിജയകുമാർ, ഇന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് LDF യോഗം നടന്നത്. ഈ യോഗത്തിനിടയ്ക്ക് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടി പുതുതായി കടന്നു വന്നു. അതൊന്ന് SIR-മായി ബന്ധപ്പെട്ടതും മറ്റൊന്ന് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അജണ്ടയിലേക്ക് വന്നു. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവലോകനത്തിലേക്ക് കടക്കാനുള്ള സമയം ലഭിച്ചില്ല. മുഖ്യമന്ത്രിക്ക് 12 മണിക്ക് അദ്ദേഹത്തിന് ക്രിസ്മസ് പുതുവത്സര വിരുന്നിലേക്ക്, അദ്ദേഹം തന്നെ സംഘടിപ്പിക്കുന്ന വിരുന്നിലേക്ക് പോകണമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വിശദമായ ഒരു ചർച്ച നടക്കാത്തത്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായ വിഷയങ്ങൾ CPI ഔദ്യോഗികമായൊരു നിലപാട് പറയണമെങ്കിൽ 27 മുതൽ നടക്കുന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നൊരു സമീപനം മുഖ്യമന്ത്രി തന്നെ LDF യോഗത്തിൽ വെച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് CPM-ന്റെ നിലപാട് പറയാം എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടികളും അവരവരുടെ തലത്തിലുള്ള പരിശോധന കഴിഞ്ഞ ശേഷം ആഴത്തിലുള്ളൊരു പരിശോധന നടത്താം. അതിനുവേണ്ടി ജനുവരി ആദ്യവാരം LDF നേതൃയോഗം വിളിക്കാം എന്ന ധാരണയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് വിശദമായൊരു ചർച്ച നടക്കാതെ പോയത്. ഈ കേരള കോൺഗ്രസിന്റെ ഒരു വിശദീകരണവും ഇന്ന് വന്നല്ലോ. ഈ UDF
അവരെ പ്രത്യക്ഷമായും പരോക്ഷമായും ക്ഷണിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജോസ് കെ മാണിയുടെ പ്രതികരണത്തിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇടതുമുന്നണിയിൽ തുടരും. ഇപ്പോൾ എന്താണ് അതിലേതെങ്കിലും തരത്തിൽ ഒരു പുനരാലോചനയ്ക്കുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയല്ല, അത് തള്ളുകയുമാണ് ജോസ് കെ മാണി, അല്ലേ? വിജയകുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ UDF-ലേക്ക് പോകുന്ന കാര്യം തങ്ങളുടെ അജണ്ടയിലില്ല എന്ന പ്രഖ്യാപനമാണ് AKG സെന്ററിന്റെ പടവുകളിൽ നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നടത്തിയത്. AKG സെന്ററിന്റെ പരിസരത്ത് നിന്ന് അദ്ദേഹം മറിച്ചൊരു പ്രസ്താവന നടത്തുമെന്ന് കൂടി നമ്മൾ പ്രതീക്ഷിക്കുക വയ്യായിരുന്നു. അദ്ദേഹം ആ നിലപാട് തന്നെ ആവർത്തിച്ചു. അതായത് കേരള കോൺഗ്രസ് എം LDF-നൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത്. എന്നാൽ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊക്കെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDF-ൽ വലിയ തോതിൽ ക്ഷീണിച്ച അവസ്ഥയിലാണ്. തൊടുപുഴയിൽ 2 സീറ്റ് മാത്രമാണ് കേവലം നേടാനായത്. പരുന്തിന് മുകളിൽ ഇരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് എന്ന് പറഞ്ഞ് ജോസഫ് വിഭാഗത്തെ വിമർശിക്കാനും ജോസ് കെ മാണി മറന്നില്ല. എന്നാലും തൽക്കാലം ഈ മുന്നണി വിടുന്ന കാര്യം ജോസ് കെ മാണിയുടെ പരിഗണനയില്ല. അടിക്കടി മുന്നണി മാറ്റമെന്നത് ജോസ് കെ മാണി വ്യക്തിപരമായും യോജിക്കുന്ന വിഷയമല്ല എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ്, ഇടതുമുന്നണി ഒരു വിശദ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. അത് ജനുവരിയിലേ നടക്കൂ. CPM-ന്റെ സംഘടന സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന ശേഷമേ പരാജയ കാരണം സംബന്ധിച്ച് എന്തെങ്കിലും നിഗമനത്തിലെത്താൻ കഴിയുമെന്നാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞത്. അതുകൂടി ചേർത്താണ് ജനുവരിയിലേക്ക് ചർച്ചകൾ മാറ്റുകയും ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പത്തനംതിട്ട CPM-ലുണ്ടായ തർക്കം പൊട്ടിത്തെറിയിൽ CPM മൂടുതാങ്ങികളുടെ പാർട്ടിയായെന്നും VS ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നും മുൻ MLA KC രാജഗോപാലൻ ആഞ്ഞടിച്ചു. KC രാജഗോപാലനിൽ നിന്ന് CPM നേതൃത്വം വിശദീകരണം തേടും. പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിൽ 150 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ച മുതിർന്ന നേതാവ് KC രാജഗോപാൽ ജയിച്ചത് 28 വോട്ടിന്. പഞ്ചായത്ത് ഭരണം കിട്ടിയതുമില്ല. തന്നെ ഏരിയ സെക്രട്ടറി കാലുവാരിയെന്ന രാജഗോപാലിന്റെ ആരോപണം CPIM-നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിൽ വിശദീകരണം തേടാനിരിക്കെയാണ് KC രാജഗോപാലൻ വീണ്ടും നേതൃത്വത്തിനെതിരെ പരസ്യമായി ആഞ്ഞടിച്ചത്. ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും മൂടുതാങ്ങിയുടെ പാർട്ടിയാണ്. അത് പാർട്ടി നേതൃത്വം തിരുത്തണം. പാർട്ടി നേതൃത്വം തിരുത്തിയാൽ വീണ്ടും പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ഞങ്ങളുടെ പാർട്ടിയിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ സഹായിക്കുന്ന ഒരു നല്ല പാർട്ടി അംഗം, ലോക്കൽ സെക്രട്ടറി സഹായിക്കുന്ന ആൾ നല്ല പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി, അങ്ങനെയുള്ള അല്ല വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഘടകം ആയി മാറിയാൽ ഈ 1-2 മാസത്തിനകം ഞങ്ങളുടെ പാർട്ടി തിരുത്തുകയും തിരിച്ചു വരികയും ചെയ്യും. കോൺഗ്രസുകാരുടെ വോട്ട് കൊണ്ടാണ് KC രാജഗോപാലൻ ജയിച്ചതെന്ന വാദം മണ്ഡലം പ്രസിഡന്റ് തള്ളി. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും CPIM-ന് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പൊരുതി നേടിയ വിജയമാണ്. അദ്ദേഹത്തിന് ജയിക്കുവാനെ കൊണ്ട് അവസാനം മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെ, അത് കോൺഗ്രസിനെ എന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസിൻ്റെ ഒരു വോട്ട് പോലും ചോർന്നു പോകുന്നില്ല. ഞങ്ങൾ അവിടെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എത്രമാത്രം വോട്ട് ആർജിക്കാൻ പറ്റുമോ അത്രയും വോട്ട് ആർജിച്ചു. അച്ചടക്ക ലംഘനം നടത്തിയ KCR-ൽ നിന്ന് പാർട്ടി നേതൃത്വം വിശദീകരണം തേടും. മറ്റന്നാൾ ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യും. 24 പത്തനംതിട്ട. പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തിയിട്ടുണ്ട് വനം വകുപ്പ്. വയലിനോട് ചേർന്നുള്ള കൊല്ലിയിലാണ് കടുവയെ കണ്ടെത്തിയത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കടുവയെ അവിടെ നിന്ന് തുരത്തുന്നതിനോ മയക്കുവെടി വെക്കുന്നതിനോ ഒക്കെയുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്ന് വേണം മനസ്സിലാക്കാൻ. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വയലിനോട് ചേർന്നുള്ള ഭാഗത്താണ് കടുവ ഇപ്പോഴുള്ളത്, അല്ലേ? അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? 100% സ്ഥിരീകരിച്ചിട്ടുണ്ട് വിജയകുമാർ. അതിനിർണായകമായ നീക്കങ്ങൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. കൃത്യമായ രീതിയിൽ തന്നെ കടുവയെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് ചീക്കല്ലൂരിൽ ഒരു വയലിന്റെ നടുക്കായുള്ള ഒരു പ്രദേശമുണ്ട്. കൈതക്കാടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിനകത്താണ് കടുവ മറഞ്ഞിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അത് പുറത്തു വന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പുറത്തു വന്ന ഘട്ടത്തിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് ആ മേഖല ഉള്ളത്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ തമ്പടിച്ച് നിൽക്കുന്നു. അടുത്ത മൂവ്മെന്റ് എന്താകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അതായത് അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോംവഴി. കുങ്കിയാനകളെ അടക്കം ഉപയോഗപ്പെടുത്തിയാകും ആ ഒരു ദൗത്യം നടക്കുക എന്നുള്ളതാണ്. വയലാണ്. വയലിനോട് ചേർന്നുള്ള പ്രദേശത്ത് അതിനപ്പുറത്തേക്ക് എല്ലാം തന്നെ ജനവാസ മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ രീതിയിൽ തന്നെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ വയനാട് സൗത്ത് ഡിവിഷന്റെ ഭാഗമായുള്ള പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കാണുന്നത് നേരത്തെ വയനാട് നോർത്ത് ഡിവിഷന്റെ ആ മേഖല, അതായത് ഈ
പടിക്കമയിൽ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്തിന്റെ ആ മേഖല വരുന്നത് വയനാട് നോർത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ അത് സൗത്ത് ഡിവിഷന്റെ ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ് കടുവ. ആ കടുവ അവിടെ കാൽപ്പാടുകൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു. ഇന്ന് രാവിലെ ഈ മേഖലയിൽ നിന്ന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആ സമയത്ത് ആ ഘട്ടത്തിൽ പോലും കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പഗ്മാർക്കടക്കം തേടിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തി. ഇതിനിടയിലാണ് കടുവ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്നത്. വീണ്ടും അത് അകത്തേക്ക് ഒരു മരത്തിന്റെ ഓരത്തായി ഉണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ മേഖല അതീവ ജാഗ്രതയിൽ തന്നെ തുടരുന്നു. അതായത് വനംവകുപ്പിന്റെ നീക്കങ്ങൾ എന്താണ് എന്നറിയാനുള്ള അതീവ ജാഗ്രതയിൽ തുടരുന്നു. DFO അജിത് കെ രാമൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്ത് നിർദ്ദേശമാണ് ഇനി ഉണ്ടാവുക? ഒരുപക്ഷെ മയക്കുവെടി വെക്കുക എന്നുള്ള ദൗത്യം മാത്രമാകും. കാരണം അല്ലാത്ത പക്ഷം ഈ മേഖല തീരെ സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് വനം മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ല, ജനവാസ കേന്ദ്രങ്ങളാണ്. കണ്ണത്താദൂരത്തോളം നെൽവയൽ ഉള്ള മാത്തൂർവയലടക്കം ഉള്ള പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് ബാധിക്കാനുള്ള സാധ്യത, അത് ഓടിപ്പോവുകയോ മറ്റോ ആണെങ്കിൽ അത് തീരെ സുരക്ഷിതത്വമുള്ള അവസ്ഥയാകില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ള പോംവഴിയിലേക്ക് എത്താനാകും നീക്കം. 2 കുങ്കിയാനകളെ മുത്തങ്ങയിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്, വിക്രമും ഭരതും. എന്തായാലും ആ കുങ്കിയാനകളെ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാകും വനംവകുപ്പ് നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഈ മേഖല വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായി മാറിയിരിക്കുകയാണ്. വയലിനോട് ചേർന്നുള്ള ഒരു കൊല്ലി പോലെയുള്ള പ്രദേശം, അതായത് കൈതക്കാടുകളും മറ്റും നിറഞ്ഞ മരങ്ങളും കമുകും മറ്റും നിറഞ്ഞ ആ പ്രദേശത്താണ് ഇങ്ങനെ ഈ കടുവ ഇപ്പോൾ നിലവിൽ തമ്പടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കടുവ അകത്തുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അവിടെ ആറാട്ടീൻ്റെ ആൾക്കാരെല്ലാം അവിടെ തമ്പടിച്ചിട്ടുണ്ട്, അവിടെ കണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ എന്താണ് മൂവ്മെന്റ് എന്നുള്ളത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവിടുന്ന് നേരത്തെ പടിക്കൻ വയലിൽ നിന്ന് കണ്ട അതേ കടുവയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കി നടപടികൾ അവരാലോചിച്ച് ചെയ്യുന്നതായിരിക്കും. ശരി, പക്ഷേ കൂടുതൽ സമയമെടുക്കുന്ന ഒരു നീക്കമായിരിക്കും. അത് ജനവാസ കേന്ദ്രമായതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് തിടുക്കത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. അക്കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ വേണ്ടിവരും. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. എന്തായാലും ആ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അത് അവിടെയുണ്ട് എന്നുറപ്പിച്ചു. അത് ഇന്നലെ അവിടെ കണ്ടെത്തിയ അതേ കടുവ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മുൻ അംഗങ്ങളിൽ നിന്ന് വീണ്ടും വിവരങ്ങൾ തേടും. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസുവിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന് റിമാൻഡ് കാലാവധി നീട്ടി. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇന്നലെയാണ് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തത്. 2 ജീവനക്കാരെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നാണ് പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ഇതിൽ കൂടുതൽ പേരുടെ പങ്ക് സംശയിച്ചാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. PS പ്രശാന്ത് പ്രസിഡന്റായ ബോർഡിലെ എല്ലാ അംഗങ്ങളുടെയും മൊഴിയെടുക്കാനും നീക്കമുണ്ട്. ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു തന്ത്രിയുടെ മൊഴി. നിലവിൽ PS പ്രശാന്തിന്റെ കാലത്തെ സ്വർണം പൂശൽ SITയുടെ അന്വേഷണ പരിധിയിലില്ല. അതിനിടെ കട്ടിളപ്പാളി സ്വർണം പൊതിഞ്ഞതിന് രേഖകളുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. പാളികൾ ചെമ്പ് പൊതിഞ്ഞെന്ന വാസുവിന്റെ വിശദീകരണത്തിലാണ് കോടതിയുടെ ചോദ്യം. N വാസുവിന്റെയും മുരാരി ബാബുവിന്റെയും ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. 24 തിരുവനന്തപുരം. ശബരിമലയിൽ കേരളീയ സദ്യ നൽകുന്നതിലെ അനിശ്ചിതത്വം തുടരുന്നു. കൂടിയാലോചനകളില്ലാതെ പ്രഖ്യാപനം നടത്തിയതിൽ മറ്റു ബോർഡ് അംഗങ്ങൾ അതൃപ്തിയുണ്ട്. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ ഇന്ന് വീണ്ടും സന്നിധാനത്തെത്തും. K ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷമുള്ള ആദ്യ പ്രഖ്യാപനമായിരുന്നു കേരളീയ സദ്യ. നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല, വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും. ഡിസംബർ 2 മുതൽ പായസവും പപ്പടവും ഉൾപ്പെടെ സദ്യ വിളമ്പുമെന്ന് പറഞ്ഞെങ്കിലും താൽക്കാലികമായി മാറ്റി. ഡിസംബർ 5 ചേർന്ന ബോർഡ് യോഗത്തിൽ സദ്യ ഒന്നിടവിട്ട ദിവസങ്ങളിലെന്ന് തിരുത്തി. മെനു പരിഷ്കരിച്ചാൽ കരാറിലുണ്ടാകുന്ന നിയമക്കുരുക്കാണ് പ്രധാന തടസ്സം. സദ്യയുടെ റേറ്റ് സംബന്ധിച്ച ഇനിയും ധാരണയായില്ല. പാചക തൊഴിലാളികളെയും കിട്ടാനില്ല. അതേസമയം K ജയകുമാറിൻ്റേത് എടുത്തുചാടിയുള്ള പ്രഖ്യാപനമെന്ന് മറ്റംഗങ്ങൾക്ക് അഭിപ്രായമുണ്ട്. സദ്യ വിളമ്പുന്നതിൽ ബോർഡ് ഉത്തരവിറക്കിയിട്ടില്ല. ദേവസ്വം കമ്മീഷണറുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. ബോർഡിലെ മറ്റംഗങ്ങളുമായി പ്രസിഡന്റ് കൂടിയാലോചനകൾ നടത്താത്തതിൽ അംഗങ്ങൾ കടുത്ത അതൃപ്തിയിലാണ്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ പങ്കെടുത്ത് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത R. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്,
ഇക്കാര്യത്തിൽ അതിജീവിതയുടെ ഐക്യദാർഢ്യം ആദ്യം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഈ വിധി വന്നതിന് തൊട്ടു പിന്നാലെ അതിൽ മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പീൽ നൽകാനുള്ള തീരുമാനമൊക്കെ വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അത് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഒരിക്കൽ കൂടി അവർക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്ന സന്ദേശം നൽകാൻ ഈ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ അവരെ പങ്കെടുപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയകുമാർ, മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്തെ ഹയാത്ത് ഹോട്ടലിലാണ് നടക്കുന്നത്. ഈ ചടങ്ങിലേക്കാണ് അതിജീവിത നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയും ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിച്ച് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത ഈ ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരപ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. കർദിനാൾ ക്ലീമിസ് ബാബ അടക്കമുള്ള പ്രമുഖരുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, മന്ത്രിമാർ, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ പൗരപ്രമുഖരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനൊപ്പമാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയെ കൂടി ചടങ്ങിലേക്ക് ക്ഷണിച്ചത്. എന്തായാലും അവൾക്കൊപ്പമാണ് എന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ ചടങ്ങിനെ സർക്കാർ കാണുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കേസിലെ വിധി വന്ന ശേഷം ഇതാദ്യമായാണ് ഒരു പരിപാടിയിലേക്ക് നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയെ ക്ഷണിക്കുന്നതും അവർ പങ്കെടുക്കുന്നതും. യെസ്, സർക്കാർ വീണ്ടും ഐക്യദാർഢ്യം അറിയിക്കുകയാണ് അതിജീവിതയോട്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി നോക്കാം ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ധനുമാസ പുലരിയിൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ഇന്ന് ഉച്ചവരെ ദർശനം നടത്തിയവരുടെ എണ്ണം 1,00,000 കവിഞ്ഞു. 12 മണിവരെ ദർശനം നടത്തിയത് 47,081 പേരാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവരുടെ എണ്ണവും ഉച്ചവരെ 5,000 കടന്നു. 97,074 പേർ 18-ാം പടി ചവിട്ടി. കഴിഞ്ഞ വർഷത്തേക്കാൾ 4,00,000 പേരാണ് കൂടുതലായി ഇത്തവണ ദർശനത്തിനെത്തിയത്.